ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിശേഷം രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒക്കെ ഇനി കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അടിപൊളി വിശേഷമാണ്. അതിന്റെ ബാലൻസ് കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇന്ന് ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ രേവതിനെ ആണെങ്കിൽ ആ ഒരു ഉദ്ഘാടനം നടക്കുന്ന കടയിൽ വെച്ച് നമ്മുടെ ചന്ദ്ര കുറെ ഹരാസ്മെന്റ് നടത്തുകയാണ്. അപ്പൊ വേറൊന്നുമല്ല, നിന്റെ വീട്ടുകാർ വരാത്തത് വേറൊന്നും അല്ലല്ലോ. നിന്റെ വീട്ടുകാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടന ദിവസം എന്തെങ്കിലും മേടിക്കാനുള്ള പൈസ ഉണ്ടോ കയ്യില്? ഒരു സ്പൂണ് പോലും മേടിക്കാനുള്ള പൈസ ഇല്ല. പിന്നെ എങ്ങനെയാ നിന്റെ വീട്ടുകാർ വരുന്നത്? അതുകൊണ്ടാടി മനഃപൂർവ്വം നിന്റെ വീട്ടുകാർ വരാത്തത്. മാത്രമല്ല നിന്റെ അമ്മയുടെ കെട്ടിയോൻ ചത്തുപോയതല്ലേ? കെട്ടിയോൻ ചത്തവർക്കൊക്കെ ഈ നല്ല ദിവസങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു യോഗ്യതയില്ല. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. സങ്കടം വന്നു. അപ്പൊ രവീന്ദ്രൻ ഇത് കേട്ടായിരുന്നു. രവീന്ദ്രനാണെങ്കിൽ എന്താ ചന്ദ്രൻ നീ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനുള്ള സത്യമല്ലേ പറഞ്ഞത്, നീ കൂടുതൽ സത്യം ഒന്നും വെളിപ്പെടുത്തണ്ട, പൊക്കോളാൻ പറഞ്ഞു മാറി. അപ്പോഴത്തേക്കും പറഞ്ഞു മോളെ പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹേയ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പം നമ്മുടെ രേവതിയുടെ മുഖം കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നു നമ്മുടെ സച്ചി. എന്താ പറ്റിയെന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, നമുക്ക് സാധനമൊക്കെ കാണാൻ പോകാന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങി സാധനമൊക്കെ കാണാൻ പോവാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ഭദ്രദീപം കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭദ്രദീപം കൊളുത്താനായിട്ട് നമ്മുടെ ചന്ദ്ര ഭാമേനെ വിളിക്കുന്നുണ്ട്, മഹിമേനെ വിളിക്കുന്നുണ്ട്. മഹിമേ ബാ ദേ മോളെ ശ്രുതി, നീ മഹിമേനെ കൊണ്ട് ഭദ്രദീപം കൊളുത്തിക്ക്. ഇവളുണ്ടല്ലോ നല്ല പണമുള്ള വീട്ടിലെ സ്ത്രീയല്ലേ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഭദ്രദീപം കൊളുത്തുമ്പം നല്ലതാണ്. കാരണം സാമ്പത്തികം ഒത്തിരി ഉള്ളവരൊക്കെ ഈ ഒരു ഭദ്രദീപം ഒക്കെ കൊളുത്തിയാലേ നമ്മുടെ കടയ്ക്കും ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമേനെ അങ്ങോട്ട് പൊക്കി വിടാണ്. അപ്പോഴത്തേക്കും അച്ചമ്മ പറയുന്നുണ്ട്, അതെ പണമുള്ളവരൊന്നും അല്ലടി, ഐശ്വര്യമുള്ളവർ, അങ്ങനെ പറ, ഐശ്വര്യമുള്ളവര് ഭദ്രദീപം കത്തിക്കുക ചെയ്യേണ്ടത്, അല്ലാതെ പണമുള്ളവർ കത്തിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആട്ടെ, മഹിമേ വന്ന് കത്തിക്കെന്ന് പറഞ്ഞ് മഹിമേനെ കൊണ്ട് കത്തിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിയൊക്കെ ചുറ്റിക്കറങ്ങി കട കാണാണ് കേട്ടോ. നമ്മുടെ സച്ചി പറഞ്ഞു ഇതെങ്കിലും അവനൊന്ന് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവന് മിക്കവാറും ഈ കടയിൽ ഉഴപ്പിക്കളയാനാ ചാൻസ് കൂടുതലെന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല സച്ചേട്ടൻ, അവർ ഒത്തിരി ആഗ്രഹിച്ച് തുടങ്ങിയതല്ലേ, നന്നായിട്ട് കൊണ്ടുപോട്ടെ. പിന്നെ സച്ചേട്ടൻ കൂടെ അല്ലേ ഈ ഒരു കട കണ്ടുപിടിച്ചു കൊടുത്തത്, ആ ഒരു ക്രെഡിറ്റും കൂടെ കിട്ടത്തില്ല. എൻ്റെ പൊന്ന് രേവതി, ക്രെഡിറ്റോ ഒന്നും എനിക്ക് വേണ്ട, ക്രെഡിറ്റും ഡെബിറ്റോ ഒന്നും എനിക്ക് ആവശ്യമില്ല. അവനൊന്ന് നന്നായിട്ടൊന്ന് കൊണ്ടുപോയി കണ്ടാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയോട് പറയാണ് കേട്ടോ നമ്മുടെ സച്ചി. ഏതായാലും ഈ സമയത്ത് ആയിക്കോട്ടെ, ഓരോരുത്തർ ഇങ്ങനെ പർച്ചേസിങ്ങിനായിട്ട്, ഇങ്ങനെ ഉദ്ഘാടന ദിവസമല്ലേ പർച്ചേസിങ്ങിനായിട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ ഭാമയും മഹിമയും ഒക്കെ ചുറ്റിക്കറങ്ങി കാണുകയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം എല്ലാ സാധനമൊക്കെ നോക്കുകയാണ്. അപ്പം വർഷയുടെ ശ്രീകാന്തിന്റെ കണ്ണില് ആദ്യം വർഷയുടെ കണ്ണിൽ പെട്ടത് മേക്കപ്പ് സാധനമാണ്. വർഷയ്ക്ക് മേക്കപ്പ് സാധനത്തിനോട് ഇച്ചിരി താല്പര്യം കൂടുതലാണല്ലോ, കാരണം ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു ഫീൽഡുമായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു ഹെയർ ഉണക്കുന്ന ഒരു ഹെയർ ഡ്രയർ മേടിക്കാൻ എങ്ങാണ്ട് നോക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ വില നോക്കുമ്പോൾ 10,000 20,000 25,000 എങ്ങാണ്ട് രൂപയുടെ ഒരു ഹെയർ ഡ്രൈ ആണ് ഇങ്ങനെ എടുത്ത് പിടിച്ചേക്കുന്നത്. അപ്പൊ രേവതി ആണെങ്കിൽ ഇങ്ങനെ രേവതി തപ്പുന്നത് മൊത്തം അടുക്കള സാധനങ്ങളാണ്. അപ്പൊ കാരണം നമ്മുടെ രേവതി 24 മണിക്കൂറും അടുക്കളയിൽ അല്ലെങ്കിലും അടുക്കളക്കാരിയാണല്ലോ, രേവതി ആണല്ലോ അവിടുത്തെ അടുക്കളക്കാരി. അപ്പൊ രേവതി ഇങ്ങനെ മിക്സിയൊക്കെ തൊട്ടപ്പോഴത്തേക്കും നിനക്ക് ഈ മിക്സി ഇഷ്ടപ്പെട്ടോ രേവതി എന്ന് ചോദിച്ചപ്പം നല്ല മിക്സി അല്ലേ, എങ്കിൽ പിന്നെ ഇത് തന്നെ നമുക്ക് എടുക്കാം, വീട്ടിലെ മിക്സി ആണെങ്കിൽ പോകാറായിട്ടിരിക്കുകയല്ലേ, നമുക്ക് ഇത് എടുക്കാന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ മിക്സി എടുക്കുകയാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ഭാമയാണെങ്കിൽ എന്നാ പിന്നെ എന്ത് ചെയ്യാം, ഒരു AC അവിടെ നോക്കുകയാണ്. അപ്പൊ AC ഒക്കെ ഇങ്ങനെ നോക്കി നടന്നൊരു ഈ ACക്ക് എന്നാ വില എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതിയോട്. അപ്പൊ ശ്രുതി പറയുക ആ ACനെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. ഇത് ഇൻവിസിബിൾ AC ആണ്, നമുക്കിത് ഹോളിലൊക്കെ നമ്മൾ കാണാത്ത രീതിയിൽ വെക്കാൻ പറ്റുന്ന AC ആണ്, സീൽ ചെയ്തങ്ങാണ്ട് പിടിപ്പിക്കാൻ പറ്റുന്ന AC ആണെന്നൊക്കെ ഇങ്ങനെ ഒത്തിരി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട് AC ആണോ എടുത്തത്, ഇതിന് എത്ര രൂപയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ആന്റി ഇതിന് ഇച്ചിരി കൂടുതൽ റേറ്റ് ആട്ടോ, ഇതിനൊരു 1.5 ലക്ഷം രൂപ വരും. അത്രയുള്ളൂ, കുഴപ്പമില്ല മോനെ അതെടുത്തോ എന്ന് നമ്മുടെ മഹിമ പറഞ്ഞു. ചന്ദ്ര കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. 1.5 ലക്ഷം രൂപയുടെ പർച്ചേസ്, അയ്യോ എൻ്റെ മോനെ ആദ്യത്തെ ദിവസം തന്നെ നല്ല ലാഭം കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ ചന്ദ്ര നിൽക്കുക. അപ്പൊ ചന്ദ്ര മോനെ ഇത് മഹിമയുടെ ഇത് ആദ്യം എടുക്കേണ്ടത്, മഹിമയുടെ ബില്ല് ആദ്യം എടുക്കണം കേട്ടോ, ഐശ്വര്യമുള്ള കൈയും കൊണ്ട് മേടിക്കുകയാണെങ്കിൽ പിന്നെ മോന് ഐശ്വര്യം കുമുകുമാ കുന്നുകൂടും, പിന്നെ മോന് ഡെയിലി AC, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീന് ഇതൊക്കെ പൊക്കോളും.
മഹിമ നല്ല ഐശ്വര്യമുള്ള കൈയാ. ദേ മഹിമയുടെ അതങ്ങ് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ മഹിമ അത് മേടിക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ശ്രുതി കയറിയിരിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. സീറ്റിൽ കയറിയിരിക്കുന്നു, രണ്ട് കറക്കമൊക്കെ ഇങ്ങനെ കറങ്ങുന്നു. നമ്മുടെ ശ്രുതിയോട് പറയാണ്, ശ്രുതി നീ കാരണമാ ശ്രുതി എനിക്കിതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. നീ എൻ്റെ ഭാര്യയായിട്ട് വന്നതുകൊണ്ടല്ലേ, നീ എൻ്റെ ഭാര്യ, ദൈവം എനിക്ക് കൊണ്ടുതന്ന നിധിയാണ് നീ ഉള്ളത് കൊണ്ടാണ് എനിക്കിതെല്ലാം നേടാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. ശ്രുതിനെ പുകഴ്ത്തിയതൊന്നും അല്ല, സത്യം പറഞ്ഞ ഉള്ള കാര്യമാണ്. ശ്രുതി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ ശ്രുതി ഏതേലും മൂലയ്ക്ക് പോയി കിടന്നേനെ. അപ്പൊ അങ്ങനെ ആദ്യത്തെ പർച്ചേസിംഗ് ഒക്കെ നടത്തുകയാണ്. അപ്പം പെട്ടെന്ന് ബില്ലൊക്കെ എഴുതി, ബില്ലൊക്കെ ഇന്ന 1.5 ലക്ഷം രൂപ കയ്യിൽ പേഴ്സിൽ നിന്ന് എടുത്ത് മുഴുവനായിട്ട് ഇങ്ങനെ 1.5 ലക്ഷം രൂപ കൊടുക്കുക. കണ്ണ് തള്ളി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. 1.5 ലക്ഷം രൂപ ആദ്യത്തെ ദിവസം എൻ്റെ മോന് കിട്ടിയില്ലേ. നന്നായി വരും മഹിമേ, നീ നന്നായി വരും. ഏതായാലും ഇത്രയും വലിയ വിലയുള്ള ഒരു ഇത് തന്നെയാണല്ലോ ആദ്യം എൻ്റെ കൊച്ചിന് പർച്ചേസിങ് പോയത്. ആദ്യം കച്ചവടം നടന്നത് ഇത്രയും വിലയുള്ളൊരു സാധനമാണല്ലോ. മഹിമ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? വേറെ ആരെങ്കിലും ഇത്ര വിലയുടെ സാധനം മേടിക്കുവോ? ആരും മേടിക്കില്ല, മഹിമയാ മേടിച്ചത് എന്നും പറഞ്ഞ് പിന്നെ മഹിമേനെ അങ്ങ് പുകഴ്ത്തി വിടുകയാണ്. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ ചെവിക്കല്ലിട്ടൊരെണ്ണം കൊടുക്കാൻ തന്നു, ഇതുപോലെ ഒരു സ്ത്രീയെ. ഏതായാലും നമ്മുടെ മഹിമേനെ പുകഴ്ത്തിയൊക്കെ വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അച്ചമ്മ ഇതൊക്കെ കാണുന്നും കേൾക്കുന്നുണ്ട് കേട്ടോ. അച്ചമ്മയ്ക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ രേവതിയുടെ മുമ്പിൽ വെച്ചിങ്ങോട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രേവതിനെ അപമാനിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചന്ദ്രയ്ക്കാണല്ലോ. അങ്ങനെ രേവതി ഒരു മിക്സിയൊക്കെ ആയിട്ട് പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ രേവതിയോട് ചോദിക്കും, ഇതെന്താണ് നീ മിക്സിയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത് എന്നിങ്ങനെ ചന്ദ്ര ചോദിച്ചപ്പം ഇത് ഞാൻ എടുത്തത് അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മിക്സിയോ? ഒരു 5000 രൂപയുടെ മിക്സി, അങ്ങ് മാറി നിൽക്കുക. ഇവിടെ വേറെ സാധനങ്ങളൊക്കെ എടുത്തവരുണ്ട്, അവരൊക്കെ ആദ്യം ബില്ലടയ്ക്കട്ടെ, അത് കഴിഞ്ഞ് മതി നിന്റെ ഒരു ഗ്നോസി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, എന്താ ചന്ദ്രൻ നീ പറഞ്ഞത്? അവള് മിക്സി എടുത്തതിന് എന്താ കുഴപ്പമിരിക്കുന്നത്? ചന്ദ്രേ അഹങ്കരിക്കരുതേ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവളല്ലേടി ആവശ്യമുള്ള കാര്യം എടുത്തത്. ഇവള് ഒരു മിക്സി എടുത്തു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷയുടെ കയ്യിലിരിക്കുന്ന എന്തോ കണ്ടപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, ഇതെന്താ ശ്രുതി? അത് പിന്നെ ഞാൻ എടുത്തത് ഒരു ഹെയർ ഡ്രയറാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, കണ്ടില്ലേ, ബാക്കി എല്ലാവരും അവനവന്റെ ആവശ്യങ്ങൾക്കുള്ള സാധനം എടുത്തു. പക്ഷെ രേവതി മോൾ എന്താ ചെയ്തത്? നമ്മുടെ വീട്ടിന് ആവശ്യമുള്ള സാധനം എടുത്തു. ഇത് അവക്ക് മാത്രം ഉപകരിക്കുന്നതല്ല, രേവതിക്ക് മാത്രം ഉപകരിക്കുന്നതാണോ ഈ മിക്സി? അവള് മേടിച്ചത് എല്ലാവർക്കും കൂടെ വേണ്ടിയാ. എടി ഇങ്ങനെ ആയിരിക്കണോടി പെണ്ണ്, ഇങ്ങനെ ആയിരിക്കണോടി ഒരു മരുമകള്, ഇങ്ങനെ ആയിരിക്കണോടി ഒരു ഭാര്യ, ഇങ്ങനെ ആയിരിക്കണോടി ഒരു അനിയത്തി, ചേടത്തി, ഇതൊക്കെയാടി കണ്ടുപഠിക്കേണ്ടത്. അല്ലാതെ നീ പറയുന്നത് പോലെ മോളെ ഒരു കാര്യം ചെയ്യേ, രേവതി നീ അതങ്ങോട്ട് കൊടുക്ക, സുധി നീ ഒരു കാര്യം ചെയ്യേ, ബില്ലടിക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി ഇങ്ങനെ നോക്കുക. അത് പിന്നെ വേറെ അടിച്ചിട്ട് ഞാൻ അടിക്കാം, മാറ്റി വെച്ചേരെ. മാറ്റി വെക്കുന്നൊന്നുമില്ല. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വേണ്ട അച്ചമ്മേ, സാരില്ല, ഞാൻ പിന്നെ എടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര പറയാണ്, അതെ ഇവിടെ കടമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അനിയനും ചേട്ടനും അച്ചമ്മയും അമ്മയും ഒക്കെ തമ്മിലുള്ള ബന്ധം ഒരു ബന്ധമൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ കടമൊന്നും പറയാൻ പറ്റത്തില്ല, കടം പറച്ചിലൊന്നും ഇല്ല, ഇത് ഉദ്ഘാടന ദിവസമാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരടി കടം പറയുന്നത്? നിന്നോട് ആരാ കടം പറയുന്നത്? കൂടുതൽ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരരുതേ. അവർ അന്തസ്സായിട്ട് അധ്വാനിച്ചാ ജീവിക്കുന്നത്. അവളുടെ കയ്യിലുള്ള പൈസ തന്നെ അവള് തരാൻ പോകുന്നത്, ഞാൻ പോലും അല്ല അവൾക്ക് കൊടുക്കാൻ പോകുന്നത്. എറണം കെട്ടവളെ, നീ ഉണ്ടല്ലോ, നിന്റെ വായ അടച്ചു വെച്ച് ഇവിടെ നിൽക്കേ, ഇല്ലെങ്കിലേ ഞാൻ പറയുന്നതൊക്കെ കൂടിപ്പോകും. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വായിലിരിക്കുന്ന നല്ല വർത്താനം നീ കേൾക്കരുത് കേട്ടോ മോളെ ചന്ദ്രേ എന്ന് അച്ഛമ്മ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഒന്ന് ഒതുങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും സുധിയും ശ്രുതിക്കും അത് മേടിക്കാൻ ഒരു മടി, ഏത് മിക്സി. അപ്പം സച്ചി പറഞ്ഞു, വാ ഇങ്ങോട്ട് നമുക്ക് പോകാം. പിന്നെ ഇവന് ഇനിയിപ്പം കച്ചവടം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണ്ടേ നമുക്ക്, വാ രേവതി നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിക്ക്, അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവത്തില്ലല്ലോ മോളെ, ആ മിക്സി അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ഒരു സുധി മനസ്സോലെ മേടിച്ചിട്ട് പാക്ക് ചെയ്യടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധി അത് പതുക്കെ പാക്ക് ചെയ്യാണ്. പാക്ക് ചെയ്തിട്ട് ബില്ലടിക്കടാന്ന് പറഞ്ഞു. മോളെ രേവതി പൈസ കൊടുക്കാൻ പറഞ്ഞു. പൈസ രേവതി കൊടുത്തു, ബില്ലടിച്ചു. അത് കഴിഞ്ഞ് ചന്ദ്രൻ നീ ഇങ്ങ് വരാൻ പറഞ്ഞു. അച്ഛമ്മ ചന്ദ്രനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പോതിരാൻ കൊടുത്തില്ലേ, എടി മര്യാദയ്ക്ക് ഇരുന്നോണ്ട് നിന്റെ ചെവിക്കലിനും പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. പിന്നെ അമ്മായിയമ്മ മരുമകളെ തല്ലി എന്നൊരു ക്ഷീണം നിനക്കുണ്ടാകും നിന്റെ മരുമക്കളുടെ മക്കളുടെയൊക്കെ മുമ്പില്. നീയേ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ടായിരുന്നല്ലോ, എന്താ അവളുടെ പേര്? മഹിമ. ഭയങ്കര മഹിമയാണല്ലോടി അവക്ക്. എടി അവൾ അഹങ്കാരം കണ്ടാ അറിയാലോടി, അഹങ്കാരത്തിന് കൈയും കാലും മുളച്ചൊരു സാധനമാണെന്ന്. നീ അവളെ കണ്ടോണ്ട് കൂടുതൽ തുള്ളരുത് കേട്ടോ. അവളെ കണ്ടോണ്ട് തുള്ളിയിട്ട് ലാസ്റ്റ് നിനക്ക് അവളല്ല കാണാൻ പോകുന്നത്. ഇടി കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം തരണമെങ്കിൽ നിന്റെ മരുമക്കള് വേണോടി. അതില് മറ്റു 2 മരുമക്കളെ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല,
അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ രേവതി ഇടി അവളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും കൈവിടില്ലടി നിന്നെ. കിടക്കുമ്പോ ഒരു വെള്ളം അവസാനം നിന്റെ വായിൽ ഒഴിച്ചു തരാന് നീ മാറ്റി നിർത്തിയ നിന്റെ മകനും അവളും മാത്രമേ കാണത്തുള്ളൂ. അത് ചിന്തിച്ചാൽ നിനക്ക് കൊള്ളാം. നീ ചിന്തിച്ച് നോക്ക്. ദേ ഇപ്പൊ കാണുന്ന ഈ ശരീരം ഒന്നും അല്ലായിരിക്കും. അപ്പം തളർന്നു പോകും, തളർന്നു കിടക്കും. എൻ്റെ അത്ര ആരോഗ്യമൊന്നും നിനക്കില്ല. നീ വീട്ടിൽ ഇരുന്ന് ചുമ്മാ തീറ്റയല്ലേ? അല്ലാതെ നീ വല്ല ജോലിക്കും പോകുന്നുണ്ടോ? എന്നെപ്പോലെ വല്ല ജോലി എടുത്ത് ജീവിക്കടേ നീ. അപ്പൊ നിനക്ക് എൻ്റെ പ്രായം വരെയൊക്കെ ജീവിക്കാം. പിന്നെ എൻ്റെ പ്രായം വരെ നീ ജീവിച്ചാലും നിനക്ക് ജീവിക്കണമെങ്കിൽ, നിനക്ക് സുഖമായിട്ട് കിടക്കണമെങ്കിലുവേ ആ പെണ്ണ് വിചാരിക്കണം. രേവതി നീ നോക്കിക്കോടി, നീ ഈ ചവിട്ടി കൂട്ടുന്ന അവള് മാത്രമേ നിനക്ക് കാണത്തുള്ളൂടി. പിന്നെ ഞാനിവിടുന്ന് പോകാൻ പോവാ. ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് ഞാൻ പോകും. ഞാൻ പോയി എന്ന് പറഞ്ഞ ആ ഒരു ഇതുകൊണ്ട് നീ ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ റൗണ്ട് സിസ്റ്റം ഒക്കെ മാറ്റാൻ നോക്കിയാലുണ്ടല്ലോ ചന്ദ്രേ, ദേ ഈ കലാവധിക്ക് അവിടെ ഇങ്ങോട്ട് വരാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. പിന്നെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും മിനിറ്റ്സിനകം ഞാൻ വിളിച്ച് ചോദിച്ചറിയും. അത് രവീന്ദ്രനോടാണെങ്കിലും സച്ചിയോടാണെങ്കിലും രേവതിയോടാണെങ്കിലും. പിന്നെ നിനക്ക് ഈ 3 പേരെയും 3 രീതി കാണുന്നുണ്ടല്ലോ നീ, അതും മാറ്റിക്കോ നീ. ഇല്ലെങ്കിലേ നീ പെടാപ്പാട് പെടും ചന്ദ്രേ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ അങ്ങ് പേടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതിയോട് അച്ഛമ്മ ചെന്ന് പറഞ്ഞു, മോളെ സാരമില്ല മോളെ, പോട്ടെ. മോളുടെ ഐശ്വര്യം അല്ലേ ഇതൊക്കെ? അല്ലെങ്കിലും പിന്നെ വേറെ ആരുടെങ്കിലും ഐശ്വര്യമാണോ മോളെ? നിന്റെ ഐശ്വര്യമാ. നീ കാലെടുത്ത് എന്ന് ചന്ദ്രോദയത്തിൽ കുത്തിയോ അന്നാടി ആ വീടിന് ഐശ്വര്യം ഉണ്ടായത്. അത് ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം അങ്ങനെ കുത്തിയോണ്ടാടി നിനക്ക് 2 വേറെ മരുമകൾ വന്നത്. ആണോ? ആണല്ലോ. അതുകൊണ്ട് നീയേ നിലത്ത് നിൽക്ക മോളെ. രേവതി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടേ എന്നൊക്കെ പറയാണ് നമ്മുടെ അച്ഛമ്മ. ഏതായാലും ഈ സമയത്ത് AC ഒക്കെ ആയിട്ട് നമ്മുടെ മഹിമ പോവാണ് കേട്ടോ. അങ്ങനെ ഉദ്ഘാടനം വളരെ ഗംഭീരമായിട്ട് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. എല്ലാവരും സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയാണ്. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ദിവസത്തെ ബിസിനസ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ക്ഷീണമായിട്ട് നമ്മുടെ ശ്രുതിമോനങ്ങ് വരികയാണേ. ശ്രുതി വാതൊക്കെ വരുന്നത്, അയ്യോ വയ്യന്റെ ശ്രുതി, നടുവേദന എടുക്കുന്നേ, അയ്യോ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി, എൻ്റെ നടു പൊട്ടിപ്പോകുന്നേ, അയ്യോ എന്ത് ചെയ്യുവേ എന്ന് പറഞ്ഞ് കാറിക്കൊണ്ടാ വരുന്നത്. അപ്പം ശ്രുതി ഇതിപ്പോ ആദ്യ ദിവസം ആയോണ്ടാ ശ്രുതി, ശീലമായിക്കോളും ശ്രുതി എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര, നിങ്ങൾ വന്ന മക്കളെ, അയ്യോ അകത്ത് കയറരുത്, അവിടെ നിൽക്കുക, ഞാൻ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റാം മോനെ, അവിടെ നിൽക്കെന്ന് പറഞ്ഞ് ഓടിപ്പടച്ചങ്ങ് പോവാണ് ആരതി എടുത്തോണ്ട് വരാനായിട്ട്. ആരതി എടുത്തോണ്ട് വരുന്ന വഴിക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നു. രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഇതെന്റെ മക്കളെ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് കയറി വരുന്നില്ലേ? രവിയേട്ടാ വരട്ടെ, അവര് കയറി വരും, ഇപ്പം വരട്ടെ. ദേ ഈ ആരതി ഒഴിഞ്ഞിരട്ടെ, 2 പേർക്കും ഭയങ്കര കണ്ണായിരിക്കും. എൻ്റെ മക്കളെ 2 പേരും ഇന്ന് അതുപോലെ കച്ചവടം നടത്തിയിട്ടല്ലേ വരുന്നത്. ഉദ്ഘാടനത്തിന് വരുന്നവരൊക്കെ കണ്ണ് വെച്ച് കാണും. അതുകൊണ്ടേ ഒരു കാര്യം ചെയ്യണം, കണ്ണീറുണ്ട്, ഒഴിഞ്ഞിടണം. ഒഴിഞ്ഞിട്ടില്ലെങ്കിലേ ശരിയാവില്ല. അപ്പം ഒഴിഞ്ഞിടാത്തത് കൊണ്ടായിരിക്കുമല്ലേ എനിക്ക് നടുവേദനയും കാലുവേദനയൊക്കെ. അപ്പൊ ഒഴിഞ്ഞിട്ടാ പോകുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പം, അതേന്നേ ഒഴിഞ്ഞിട്ടാ പോകുന്നേ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി ഇതെന്താ ഇവിടെ എന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ണു തള്ളിക്കൊണ്ട് വരുന്നുണ്ട് സച്ചി വന്നതും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഒഴിഞ്ഞിടാൻ വേണ്ടി തുടങ്ങും. അപ്പം നിക്ക് ഇതെന്താ ഇവിടെ എന്താ തീയൊക്കെ കത്തിച്ച് ഇവിടെ എന്തോ പരിപാടിയാന്ന് ചോദിച്ചു. അതെ എന്നെ ഒഴിഞ്ഞിടാനാന്ന് ശ്രുതി പറഞ്ഞപ്പോ, ഒഴിഞ്ഞിടാനോ? നിന്നെ എന്തിനാ ഒഴിയുന്നത്? അയ്യോ നീ എല്ലാവരും ഇട്ട് പിഴിഞ്ഞോണ്ടിരിക്കുകയല്ലേ, ഇനിയിപ്പോ പ്രത്യേകിച്ച് നിന്നെ ഒഴിയേണ്ട കാര്യമുണ്ടോ? അത് എനിക്ക് കാലും കൈക്കൊക്കെ നല്ല വേദനയാ. കണ്ണുണ്ട്, നല്ല കണ്ണുണ്ട്. കണ്ണുണ്ട്, നിന്റെ മുഖത്ത് 2 കണ്ണുണ്ട്, പിന്നെ ബാക്കിലും കൂടെ 2 കണ്ണിനി വെച്ചോ, ആവശ്യം വരും എന്നൊക്കെ സച്ചി ഇങ്ങനെ കളിയാക്കുക. അപ്പം ചന്ദ്ര പറഞ്ഞു, ഒന്ന് മിണ്ടായിരിക്കണം നീ, നിനക്ക് എന്തറിയാം? പാവം ദേ നീ ഡ്രൈവർ പണി പോലെയൊന്നും അല്ല. ബിസിനസ് എന്ന് പറഞ്ഞാലേ തലയിലൂടെ ഓടുന്ന, തലയിലൂടെ മെമ്മറിയും കൊണ്ടുള്ള കളിയാ. നിങ്ങളത് മാറി നിൽക്കും മോളേന്നും പറഞ്ഞ് അവരിങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞകത്ത് കയറ്റാണ് കേട്ടോ. ഏതായാലും ആരതി ഒഴിഞ്ഞ് നമ്മുടെ രേവതിനെ വിളിക്കുകയാണ്. രേവതി ഇതുകൊണ്ട് പുറത്ത് തട്ടാനൊക്കെ പറഞ്ഞ് രേവതി ഒന്ന് കൂസലില്ലാതെ പോയി പുറത്തൊക്കെ തട്ടുന്നു. ഏതായാലും ഇതേ വഴി നേരെ ചെന്ന് കിടക്കുന്നത് നമ്മുടെ രേവതിക്കും സച്ചിക്കും കിടക്കാനുള്ള കട്ടിലാണ് കേട്ടോ. ഏതായാലും അവിടെ കിടന്നങ്ങ് പുള്ളിക്കാർ ഉറങ്ങിപ്പോവുക. ബാക്കി സീനി ഞാൻ പിന്നെ പറയാട്ടോ, ഇവിടെ കൊണ്ട് നിർത്താം. ഏതായാലും നാളെ ഇവിടം വരെ എത്തുമായിരിക്കും. അപ്പം ബാക്കി സീനി ഞാൻ നാളെ പറയാട്ടോ. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, കൂടെ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്യണം. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യം മറന്നുപോലെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഒരു 3, 4, 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.